പുതുമ എന്ന് പറയുന്നത്, ന്യൂ എന്ന് പറയുന്നത് തന്നെ രാഹുവാണ്. അപ്പം പുതിയ വിഷയങ്ങൾ അറിയാനുള്ള അടങ്ങാത്ത ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഏതൊരു വിഷയത്തെയും പഠിക്കാനുള്ള, നിരീക്ഷിക്കാനുള്ള ഒരു കഴിവ് ഇവരുടെ സ്വഭാവത്തിൽ ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കാര്യം. ഇനിയും ദയയും സഹാനുഭൂതിയുമാണ് അടുത്തൊരു ക്വാളിറ്റി. മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാനും തങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ മനസ്സിലാക്കാനും നല്ലപോലെ സാമൂഹിക വിഷയത്തിൽ ഇടപെടാനും ഒക്കെയുള്ളൊരു കഴിവുണ്ടാകും. പലപ്പോഴും ഇവർ വളരെ സ്നേഹത്തോടെയും അടുപ്പത്തോടെ ഇടപെടുന്ന പലരിൽ നിന്നും തിരിച്ച് കുത്തലാണ് കിട്ടാറുള്ളത്. എന്നാലും ഇവർക്കിത് ചെയ്യാനും ഇടപെടാനുമുള്ളൊരു കഴിവ് ഉണ്ടാവും. പിന്നുള്ള എൻ്റെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്, നമുക്ക് അടുത്തറിയത്തില്ല, എന്നാൽ പോലും ഒരു പ്രാവശ്യമോ പല പ്രാവശ്യമോ കണ്ടിട്ടുള്ളവർ ഒരുപാട് ഈ അവരുടെ കൂടെ സ്ഥിരതാമസം പറഞ്ഞാൽ അവരുടെ യഥാർത്ഥ സ്വഭാവം അറിയാം ജാതകമൊക്കെ വെച്ച്. എന്നാൽ പോലും ഒരു പൊതു സ്വഭാവമായിട്ട് എനിക്ക് ഈ ഒരു 10-100 പേരെ ഒരുമിച്ച് ചോദ്യ നക്ഷത്രക്കാരെ എടുത്താൽ ഇവരുടെ ഒരു പുതുമുഖം എന്ന് പറയുന്നത് ഒരു ശാന്ത സ്വഭാവക്കാരായിട്ട് നമുക്ക് പൊതുവേ തോന്നും. പൊതുവേ ഇവരുടെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് ശാന്തരായിട്ടും സൗമ്യരായിട്ടും ഇടപെടുന്നതാണ്. പ്രതികൂലമായിട്ടുള്ളൊരു സാഹചര്യങ്ങളിൽ പോലും ഒരു ക്ഷമ കൈവിടാതെ പെരുമാറുന്ന ഒരു രീതി ഇവർക്കുണ്ടാവും. അതുപോലെ തന്നെ രാഹു, ശനി, ശുക്രൻ കോമ്പിനേഷൻസ് എഫക്റ്റ് വരുന്ന ഒരു സ്റ്റാർ ആയതുകൊണ്ട് തന്നെ ആളുകളുമായി നന്നായിട്ട് ഇടപഴകാനുള്ള കഴിവുണ്ട്. മികച്ച വ്യാപാരികളോ വിൽപ്പനക്കാരോ നയതന്ത്രജ്ഞരോ ഈ മറ്റുള്ളവരുമായി ഇടപെടുന്നതിലോ ഒക്കെ നല്ല കഴിവ് വരാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ഇവരുടെ രവി നീചനാവുന്ന സ്റ്റാറാണിത്. അതിൻ്റെതായ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാവും. ഈ രവി നീചനാവുന്നത് കൊണ്ട് തന്നെ ഈ ലീഡർ, രാജകീയത ഒക്കെ വരുന്നത് ഇവിടെയല്ലേ. അപ്പോൾ അവിടെ നീചനാവുന്നത് ഈ നക്ഷത്രത്തിലായതുകൊണ്ട് ഈ നക്ഷത്രത്തിന് രവിയുടെ സ്വാധീനം കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇവരുടെ ഈ ഒരു ദയയും സഹാനുഭൂതിയും ഈ ശാന്ത സ്വഭാവം. രവിയാണെന്നുണ്ടെങ്കിൽ നല്ല ഈഗോ ഒക്കെ എടുത്ത് തലയൊക്കെ എടുപ്പോടുകൂടിയായിരിക്കും നിൽക്കുന്നത്. രാജവെമ്പാലയൊക്കെ നിൽക്കുന്നവരിങ്ങനെ നല്ല തലയെടുപ്പോടുകൂടിയായിരിക്കും നിൽക്കുന്നത്. ഇത് പതുങ്ങി ഇങ്ങനെ ഇരിക്കുന്ന ആ രവിക്ക് ബലം ഒട്ടും സ്വാധീനമില്ലാത്ത ഒരു ഏരിയ ആയതുകൊണ്ടായിരിക്കും. തുലാം 10, ആ 10 തുലാം രാശിയുടെ 10 ഡിഗ്രി എന്നൊക്കെ പറയുന്നത് ചോദ്യ നക്ഷത്രത്തിലാണ് വരുന്നത് എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ആ ഒരു